ഹായ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണ് പ്രസവരക്ഷയുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണത്. ശാന്തി മഠത്തിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോണത്. ഈ ശാന്തി മഠത്തിലോട്ട് ഞാൻ എങ്ങനെ പോയെന്ന് വെച്ചാൽ ഗൂഗിളിൽ ജസ്റ്റ് ആയുർവേദിക് സെൻറ്റർ ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഒരു 3-4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-4 എണ്ണത്തിൽ നീരൊഴിക്കൽ, സമീദ്ര, അങ്ങനെ കുറച്ച് നമ്മൾ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടംകുളത്തി, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു ശാന്തി മഠം. അങ്ങനെ ഞാൻ ഓരോ ഇടത്തൊക്കെ വിളിച്ച് അവിടുത്തെ റേറ്റും പാക്കേജും അങ്ങനത്തെ എല്ലാം നോക്കി, ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കി അങ്ങനെയാണ് ഈ ഒരു ശാന്തി മഠത്തിലോട്ട് വന്നത്. മെയിനായിട്ട് മറ്റതിൽ നിന്ന് ഞാൻ ഇതിലോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ IP ഇവിടെയാണ് ഉണ്ടായിരുന്നത്. മറ്റ് സ്ഥലത്തൊക്കെ എന്താണ് ഹോം സർവീസും ക്ലിനിക്കൽ സർവീസുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അത് ഓക്കെ ആയിരുന്നില്ല. നിന്ന് ചെയ്യുന്നതാണ് ഓക്കെ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണതും അതൊന്നും ശരിയാവില്ല. വീട്ടിൽ സൗകര്യം അതില്ലാത്തത് കൊണ്ട് അവിടെ താമസിച്ച് ചെയ്യുന്നത് ചൂസ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഈ ഒരു ശാന്തി മഠത്തിൽ IP ഉള്ളത് കൊണ്ട്, പിന്നെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇതിലോട്ട് വന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കങ്ങനെ വീഡിയോസൊന്നും, അവരുടെ ചാനലുണ്ട്, അല്ലാതെ ആരും തന്നെ ഇങ്ങനെ വ്ളോഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ്. പറ്റുന്നത് പോലെ ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടും ആ ഒരു വീഡിയോ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന്. സോ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോയി നമ്മളെല്ലാം പാക്കേജ് എടുത്തത് വന്നിട്ട് 14 ഡേയ്സിൻ്റെ പാക്കേജാണ്. റേറ്റ് ഞാൻ ലാസ്റ്റിൽ പറയാം. അപ്പോൾ 14 ഡേയ്സ് പാക്കേജിൽ 3 ദിവസമാണ് കിഴി വരുന്നത്. പൊടിക്കിഴി 2 പൊടിക്കിഴി, പിന്നെ എന്താണ് 3 ദിവസം പൊടിക്കിഴി, അടുത്ത് ലാസ്റ്റ് ദിവസം ഒരു നവരക്കിഴിയായിട്ട്, അതെല്ലാം അതിൽ തന്നെ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം സാധാരണ രീതിയിൽ എന്തൊക്കെയാണ് ആവശ്യം, വേദുകുളി, പിന്നെ ദേഹത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് പാക്കിട്ട് നമ്മുടെ മഞ്ഞളും ധന്വന്ത്രി കുഴമ്പും കൂടെയൊക്കെ ചേർത്ത് നല്ല തേച്ച് പിടിപ്പിച്ച് ചൂട് പിടിപ്പിച്ച്, പിന്നെ ഫേസ് പാക്ക്, ഹെയർ പാക്ക്, അങ്ങനത്തെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് അത്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഇത് PDF ആയിട്ട് ഇങ്ങനെ അയച്ചു തരും. അതിൽ ഡീറ്റെയിൽസ് ഓരോ ഇതിന് എന്തൊക്കെയാണ് ഉള്ളത്. 14 ഡേയ്സ് ഉണ്ട്, 28 ഡേയ്സ്, അങ്ങനെ പോവും ഇതൊക്കെ. ഞാനെടുത്തത് 14 ഡേയ്സ്. 7 ഡേയ്സിനേക്കാളും നല്ലത് 14 ഡേയ്സ് ആയിരിക്കും. പിന്നെ അങ്ങനെ അവിടെ പോയി അവരൊരു ഫ്ലാറ്റ് തന്ന്, നമ്മൾ ആ ഫ്ലാറ്റിലെല്ലാം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പോയ ദിവസം തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ട്രീറ്റ്മെൻറ്റൊക്കെ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യമല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചെയ്തു തന്ന തെറാപ്പിസ്റ്റ് ശരണ്യ എന്ന് പറയും. അവൾ വന്നിട്ട്, ഞാനോളം ഒരു പ്രായത്തിന് വരുന്നു, അവളെന്ന് ഇങ്ങനെ പറയും. അവൾ വന്നിട്ട് നല്ല ഫ്രണ്ട്ലി, പിന്നെ നല്ല നമുക്കെല്ലാം പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് ഒരു അടുപ്പമുണ്ടാവും ഇങ്ങനെ ചെയ്ത്. ആ ഒരു ഇതിൻ്റെ അടുത്ത് ഒരു വലിയ പേടി, ചൂടെന്ന് തോന്നിയാൽ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പിന്നെ നമ്മളാണല്ലോ പൈസ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ വിളിച്ച് എല്ലാ കാര്യവും ചോദിക്കുന്നുണ്ടായിരുന്നു ഡെയിലി. ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ്, വേദവെള്ളം ഓക്കെ ആണോ, ചൂട് കുറവാണോ കൂടുതലാണോ, എല്ലാം ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അന്ന് വയ്യായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പറയാം. അപ്പോൾ പിറ്റേ ദിവസം അതിനുള്ള റെമഡി ആയിട്ട് വരും. സോ അതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ 5 ദിവസം മറ്റേ ഇല കഴിക്കാനായിട്ട് തരില്ലേ, ഓരോ ഇലകൾ വെച്ചിട്ടുള്ളത്, ഇലക്കുറുക്ക് തരുമായിരുന്നു 5 ദിവസത്തേത്. അതും നല്ല ടേസ്റ്റായിരുന്നു. ഞാനിതൊന്നും കഴിക്കുമെന്ന് വിചാരിച്ചില്ല. എനിക്കതൊന്നും കിഴുകിഴാന്നുള്ള സാധനങ്ങളൊന്നും കഴിക്കുന്നത് ഇഷ്ടമില്ല. പക്ഷേ ഇത് അവരുണ്ടാക്കിയ വിധമായിരിക്കാം, എനിക്കത് കഴിക്കാൻ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അതൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. നല്ല രീതിയിൽ ദേഹത്ത് മസാജ് ചെയ്ത് തരുമായിരുന്നു. സോ നമ്മൾ ആ ഒരു നീരും ഇതുമൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നടുവിനൊക്കെ എനിക്ക് നല്ല നീരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഫുഡ് മാത്രം
ഇത്തിരി ഒന്ന് ഫുഡ് ഒരു മെസ്സിൽ നിന്നാണ് വരുത്തുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രസവരക്ഷ വേറെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ സ്ഥലത്ത് നടത്തുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഓരോ ടൈമിലിങ്ങനെ ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കും. രാവിലെ ഒരു ഗ്ലാസ് പാല്, അത് കഴിഞ്ഞിട്ട് നട്ട്സ്, നെക്സ്റ്റ് ഇങ്ങനെ കാപ്പി, അടുത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്, ലഞ്ച്, ടീ, അങ്ങനെ കൊടുക്കുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് വന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 3 നേരം ഫുഡ്, രാവിലത്തെ കാപ്പി, ഉച്ചയ്ക്ക് ചോറ്, നൈറ്റ് വന്നിട്ട് കാപ്പി. പിന്നെ പാല്, ഇത് തെറാപ്പിസ്റ്റ് വരുമ്പോൾ അവൾ തന്നെ കവറ് പാല് കൊണ്ടു തരുമായിരുന്നു. അത്രയുമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ അവിടെ നിന്നുള്ളത്. ബാക്കി നമ്മൾക്ക് ന്യൂട്രീഷനായിട്ട് എന്ത് വേണമെങ്കിലും, പഴമായാലും മുട്ട, അങ്ങനത്തെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ അമ്മ അതുകൊണ്ട് തന്നെ അവിടെ അതിനുള്ള നമുക്ക് ഇൻഡക്ഷൻ ഉള്ളത് കൊണ്ട് മുട്ട ഇതാക്കി എടുക്കാനും പിന്നെ പാല് തിളപ്പിച്ച് എടുക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഫുഡ് നമുക്ക് ഫസ്റ്റ് പോയപ്പം പിന്നെ അത് ഓക്കെ ആക്കി തന്നു. അവർ ചോദിച്ചു ഓക്കെ ആണോ എന്ന്. ആദ്യം ഉപ്പ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ ആവില്ലല്ലോ, അതുകൊണ്ട് അതിന് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ ആയിട്ടുള്ള ഇതാണ്. വീട്ടിൽ കഴിക്കുന്നത് പോലെ നമ്മൾ ടേസ്റ്റോടെ ആയിരിക്കണമെന്നില്ല എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുമ്പോൾ. സോ അതാണ് ഫുഡിൻ്റെ ഇതിൽ. പിന്നെ അവർ 2-3 ഇൻറ്റേർണൽ മെഡിസിൻസും ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡാണ്. ഇൻറ്റേർണൽ മെഡിസിൻസ് ആദ്യം തന്നത് ഏതൊക്കെയാണെന്ന് അരിഷ്ടവും പിന്നെ അരിഷ്ടം തന്നിട്ടുണ്ടായിരുന്നു. ആ അരിഷ്ടം കുടിച്ചിട്ട് ഈ ഒരു നമുക്ക് ഇതുണ്ടായിരിക്കില്ലേ, എന്താ സ്റ്റിച്ച് കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് അരിഷ്ടം കുടിച്ച ഒരു 7 ദിവസത്തിന് ശേഷം മറ്റേ ധന്വന്തരി കഷായവും, അതിൻ്റെ ബോട്ടിൽ മാത്രം എൻ്റെ ഉണ്ട്, ധന്വന്തരം കഷായം. ഇത് ഈ ഒരു ബോട്ടിൽ തീർന്നുണ്ട്, ശാന്തിമഠത്തിൻ്റെ പേരുള്ള. അപ്പോൾ ധന്വന്തരം കഷായവും പിന്നെ പൂക്കുലാദി ലേഹ്യം, ഈ കുറിഞ്ഞിക്കുഴമ്പ് എന്നൊക്കെയാണ് പണ്ടുള്ളവരൊക്കെ പറയും. അതുപോലത്തെ തെങ്ങൻ പൂക്കുല ലേഹ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഷായം ഒരുവിധം തീർന്നതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. അരിഷ്ടം കുറച്ച് തീർന്നതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ കഷായം പെട്ടെന്ന് തന്നെ തീരും. പക്ഷേ മറ്റു സാധനം വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തീർന്നത്. അതിന് ശേഷം നമുക്ക് അയണും കാൽഷ്യം ടാബ്ലറ്റും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതും കൂടെ അലോപ്പതിയും ആയുർവേദവും ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മാക്സിമം കഴിച്ച് തീർത്തിട്ട് ഞാൻ പിന്നെ അയൺ കാൽഷ്യം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ അതാണ് മരുന്ന്. അവരുടെ ഇൻറ്റേർണൽ മെഡിസിൻസ് ഞാൻ പറഞ്ഞ അതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മദർ ടോണും കൂടെ കിട്ടും. അതെന്തിനാണെന്ന് വെച്ചാൽ പാല് കൂടാൻ വേണ്ടിയിട്ട് ഉള്ള പൊടിയാണ്. അത് നമ്മുടെ സാധാരണ പാലിൽ മിക്സ് ചെയ്ത് രാത്രി ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കണം. അപ്പോൾ എനിക്ക് ഇപ്പം ഓക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ പോണതുകൊണ്ട് ഇപ്പം ഞാനത് കഴിക്കണില്ല. പാല് കുറവെന്ന് തോന്നുമ്പോൾ അത് കഴിക്കാം. അത് നല്ലതായിട്ട് തോന്നി. ഞാൻ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു. പാക്കേജിൻ്റെ റേറ്റ് മേ ബി വേരി ആവാം. എന്നാലും എൻ്റെത് ഞാൻ പറയാം, 14 ഡേയ്സിന് 60,000 ആയിരുന്നു. ഫ്ലാറ്റ് ഇതൊക്കെ ആയതുകൊണ്ടാണ് 60,000 ആയത്. നമ്മൾ ഹോം സർവീസ് ആണെങ്കിൽ ഇത്രയും ആവില്ല. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബെറ്ററാണ്. റേറ്റ് വൈസ് ബെറ്ററാണ്. ഇതാണ് ശാന്തിമഠത്തെ. ഇപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും കൂടെ അതിലൊരു കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെയും അവർ കുളിപ്പിക്കുമായിരുന്നു ഡെയിലി. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ശാന്തിമഠം ആയുർവേദിക് സെൻറ്റർ. ഇതിപ്പോൾ വേറെ കേരളത്തിൽ കുറേ സ്ഥലത്തൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ട്രിവാൻഡ്രം അല്ല എന്നുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിലും കാണും. സെർച്ച് ചെയ്ത് കോൺടാക്റ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് പോയാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബൈ.